ഇപ്പോൾ നമ്മുടെ നേതാക്കൾ സ്വാഗത പ്രസംഗം മുതൽക്ക് അതിനെ വിശദീകരിക്കുകയുണ്ടായി. സ്വാഭാവികമായും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മഗ്‌രിബ് നമസ്കാരാനന്തരം ഈ വിഷയത്തിന്റെ ആധികാരികമായ ജന്മത്തുല്യതയുടെ ചർച്ചയും അതിലെ തെളിവുകൾ നമുക്ക് ഒരു സംശയത്തിനിടയില്ലാത്തത് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കരുതിയും അന്വേഷിക്കായി ഇൻഷാ അല്ലാഹ് നിങ്ങൾ അഭിഷേകം. ഈ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള പരിമിതമായ സമയത്ത് മാത്രമാണ് ഞാൻ നിങ്ങൾ അഭിനയിക്കുന്നത്. വളരെ വ്യക്തമായും വേദനയോട് കുറച്ചിൽ കാര്യങ്ങൾ പറയാൻ സംഘടന എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അതിന്റെ അവസാനമായ തീരുമാനമെടുത്തുകൊണ്ട് ഈ വിശദീകരണ യോഗങ്ങൾ നടത്തുമ്പോൾ അതിന്റെ നാൾവഴികൾ അവസാനിച്ചു നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നെല്ലാവരും അറിയണം. ഇതിന്റെ തുടക്കവും തുടർന്നുള്ള ചർച്ചയും തീരുമാനങ്ങളും നിലപാടുകളും അതിന്റെ വിശദീകരണങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു. എന്നാൽ പറയാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതാണ് ഞാൻ ആദ്യമായി. അവസാനം ജമീഅത്തുൽ ഉലമ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇങ്ങനെയെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഏകകണ്ഠമായി അതിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം ഈ വിഷയം വീണ്ടും പ്രബോധന രംഗത്തേക്ക് കൊണ്ടുവരികയും അത് നമ്മുടെ ഈ പവിത്രമായ സംഘടനയുടെ അംഗങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന വിധത്തിൽ ദഅവത്തിന് വേണ്ടി ആരെങ്കിലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ മേലിൽ നടപടിയെടുത്തുകൊണ്ട് ഈ സംഘടനയുടെ പവിത്രമായ അതിന്റെ അച്ചടക്ക വരമ്പുകൾ സംരക്ഷിക്കണമെന്ന് കേരള ജമീഅത്തുൽ ഉലമ നദവത്തുൽ മുജാഹിദീന് അവസാനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം കേരള നദവത്തുൽ മുജാഹിദീന് അംഗീകരിക്കുകയും അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആദർശ രംഗത്തുള്ളതിന്റെ നേതൃത്വം തീർച്ചയായും ജമീഅത്തുൽ ഉലമയെ തന്നെ ഉമറാക്കളും സാധാരണക്കാരും മറ്റുള്ള ആളുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൊതു സ്വഭാവത്തിലുള്ള ഒരു ജനകീയ സമിതിയാണ് കേരള നദവത്തുൽ മുജാഹിദീൻ. അതിന്റെ ഉപഘടകങ്ങൾ എന്നാൽ മതപരമായ ദീനിയായ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ്. മുതൽ ഈ സമൂഹം ത്യാഗത്തിലൂടെ രക്തസാക്ഷികളടക്കം നൽകി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ്. ഇതിന്റെ ആദർശം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അത് ഉൾക്കൊണ്ടതിന്റെ പേരിൽ മരിച്ചതിന് ശേഷം പോലും ആ മയ്യത്തിന് പോലും സ്വന്തം കൊടുക്കാൻ സാഹചര്യങ്ങൾ യാചിട്ടുണ്ടായി. മറവ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഇന്നുമുണ്ട്. എന്ത് കാര്യത്തിൽ ത്യാഗം അനുഭവിച്ചത്? എന്തായിരുന്നു മുൻഗാമികൾ ഈ കാര്യത്തിൽ ഇത്ര നിഷ്കർഷയോടുകൂടെ എന്റെ മരണശേഷം എവിടെ കബറടക്കുമെന്ന് ചിന്തിക്കാതെ എന്താണ് എന്ന് ചിന്തിക്കാതെ പരലോകത്ത് അല്ലാഹുവിന്റെ പൊരുത്തവും സ്വർഗപ്രവേശനവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിന്റെ മുൻഗാമികൾ ഈ ആദർശ പ്രബോധന സംഘത്തെ നയിച്ചത്. ആരംഭത്തിൽ രക്തസാക്ഷികളുണ്ടായി ഒരുപാട് വിഷമങ്ങൾ ത്യാഗം അനുഭവിച്ചവരുണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു അതിന് കാരണം? ഇത് സംരക്ഷിക്കാൻ അവർ മറ്റുള്ള കുടുംബ ബന്ധങ്ങൾ എല്ലാം അവർക്ക് പോയി. സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുത്തു. ഇന്നും കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ 27 കുടുംബങ്ങളെ ഭീമപ്പള്ളിയിൽ രാജസ്ഥാൻ നഗരിയുടെ തൊട്ടടുത്ത് ഊരുകെടുക്കിന് ഏർപ്പെടുത്തി അവർക്ക് ഷാബാദിക്ക് മഹാനായ പ്രവാചകനെ അശ്രഫുൽക്ക് ഊരുകെടുക്ക് ഏർപ്പെടുത്തി പോയതുപോലെ 16 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആവർത്തിക്കപ്പെടുകയാണ് കേരളത്തിൽ പോലും. നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവമാണ്. ഇങ്ങനെ ത്യാഗം അനുഭവിച്ച് എന്തിനീ പ്രസ്ഥാനത്ത് നയിക്കണം? എന്താണ് അതിന്റെ പവിത്രമായ ആദർശം? എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു ഒറ്റപ്പെടുത്തരുത്, അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കരുത്, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കണം, സ്വർഗ അവകാശികളാകണം. മുൻഗാമികളായ പ്രവാചകന്മാരുടെയും ക്ഷണദാക്കളുടെയും സർവസാലിയങ്ങളുടെയും എല്ലാം കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഈ ആഗ്രഹമാണ്, ഈ കരുത്താണ് ഈ പ്രസ്ഥാനത്ത് നയിച്ചത്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അതിന് വികരമാക്കാം. ഏതൊരു രംഗത്താണോ ഇത് സമരം ചെയ്തത്, ഏത് രംഗത്താണോ ഇത് ആദർശ യുദ്ധം നടത്തിയത്,
ഏതിലാണോ ഇത് വിജയിച്ചത് അതിലേക്ക് വീണ്ടും ആ എതിർത്ത് തോൽപ്പിച്ച ആശയങ്ങളിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് മറച്ചു വെച്ചു. പക്ഷേ എന്തിനായിരുന്നു മറച്ചു വെച്ചത്? ആധികാരികമായ ചർച്ച ചെയ്യപ്പെടുന്നു, പണ്ഡിതമായി ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങളെപ്പോലെയുള്ള പ്രായമായ ആളുകൾക്ക് ഇതിന്റെ പൗരാണികമായ ഇതിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അറിയാം. ഞങ്ങൾ അങ്ങനെ കുടുംബത്തിൽ വളർന്നതാണ്, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് അങ്ങനെയുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇതിന്റെ പാതയിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളും മക്കളുടെ മക്കളുമായി ജനിച്ചവർക്ക് എന്താണ് കാര്യമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്തൊന്നിനെ പടപെടുകയാണ്, എന്തൊന്നിനെ എതിർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർത്തുന്നത് എന്നവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ പുതിയ ഇന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോഴേക്ക് അത് പുതിയ ഇന്നാണോ, മുൻഗാമികളിൽ കണ്ടിട്ടുണ്ടോ, അവരിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ, അവരുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കേണ്ട ഒരു ഇടക്കാലം ആവശ്യമാണ്. ആ ഇടക്കാലമാണ് അല്പകാലം യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ സമൂഹത്തിന്റെ മുന്നിൽ പറയാതിരുന്നത്. അതിന് ഉള്ളിൽ മാത്രം പണ്ഡിതന്മാർ മാത്രം ഈ കാര്യം ചർച്ച ചെയ്തു. പരിശോധിച്ചപ്പോൾ മുമ്പ് പഴകിപ്പൊളിച്ച ആശയങ്ങളല്ലാതെ, നാം എതിർത്ത് തോൽപ്പിച്ച ആശയങ്ങളല്ലാതെ, നാം ശക്തമായി നേരിട്ട് തൗഹീദിനെ പുനഃസ്ഥാപിച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ലാതെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അത് പുതിയ നിലയ്ക്ക് കടന്നു വരികയാണ്. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ അനുഷ്ഠിച്ചിരുന്നത് അവരുടെ മുൻഗാമികളായ ആളുകളിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതിനനുസരിച്ച് മാത്രമായിരുന്നു അവർക്ക് തെളിവുണ്ടായിരുന്നില്ല. അവരോട് തെളിവന്വേഷിച്ചപ്പോൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ പിതാക്കൾ, പൂർവ്വപിതാക്കൾ അങ്ങനെ ചെയ്തു എന്നതിന്റെ ഒരു തെളിവും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചില ആളുകൾ ഇതിന് ന്യായീകരണവുമായി തെളിവുകളുമായി മത്സരിക്കുകയാണ്. അതിനില്ല എന്താണ് സംഭവിക്കുന്നത്? തൗഹീദിൽ തന്നെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിൽ, അതിന് വിശുദ്ധികളെ പുതിയ വിശുദ്ധീകരണം നൽകുന്ന തരത്തിൽ ചില വാദഗതികൾ വന്നിരിക്കുന്നു. അപ്പൊ ചിലർ പറഞ്ഞു, നിങ്ങൾ എന്താണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, വെറുതെ സങ്കല്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഓർത്തു, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ കാര്യം എന്റെ ഏറ്റവും അടുത്ത, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ആദരിക്കുന്ന, അതിലെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന ഒരുപാട് കൊല്ലങ്ങളായി കൂട്ടായി പ്രവർത്തനത്തിലുള്ള എപിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, മദനിയോട് ഞാൻ പറഞ്ഞു, അഹമ്മദ് മോദിനോട് പറഞ്ഞു. എന്തായിരുന്നു സംഭവം എന്നറിയാമോ? ഈ വിശുദ്ധീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാത്ത ഒരു അസ്വസ്ഥ്യം എനിക്കുണ്ടായി. ഭയങ്കരമായ എനിക്ക് വിഷമമുണ്ടായി, ഉറക്കം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നു കാരണം എന്നറിയാമോ? കഴിഞ്ഞ യോഗത്തിൽ, കഴിഞ്ഞതിന്റെ വിശദീകരണ യോഗത്തിൽ ഹനീഫ് കായപ്പടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ചീവിലുണ്ട്, ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. മുമ്പ് ഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഏതൊക്കെ ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ടായിരുന്നുവോ തൗഹീദിനെ സമർപ്പിച്ചിരുന്നത്, ശിർക്കിനെ എതിർത്തിരുന്നത്, അതേ ആയത്തിൽ നാം മാത്രമുള്ള ഒരു തലത്തിൽ ഇതേ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആ മാറ്റത്തെ സംബന്ധിക്കാൻ ചിന്തിച്ചു, ആരോടാണ് ഈ പറയുന്നത്? ഇതുപോലത്തെ മഹാത്മാക്കളോടാണോ? ഇവിടെ നമ്മുടെ ശത്രുക്കളോടാണോ? നമ്മുടെ വിരോധികളോടാണോ? കറകളഞ്ഞ ഇതിന്റെ പ്രവർത്തകന്മാർ, ഉയർന്ന തരത്തിലുള്ള പ്രവർത്തകന്മാരെ വിളിച്ചിട്ടാണ് വിശദീകരണ യോഗം നടത്തുന്നത്. ആ യോഗത്തിലാണോ വിശദീകരണങ്ങൾക്കെതിരെ ഇറങ്ങിയ തൗഹീദിന്റെ ആയത്തുകൾ? അവർ ദുനിയയോടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ടിറങ്ങിയ ആയത്തുകൾ. മഹാനായ കണ്ണൂർ അബ്ദുൽ മൗലവി അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ വിശദമായി എഴുതിയിട്ടുള്ള ആയത്തുകൾ, ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകൾ. നമ്മൾ ജയിലു മോളിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലായിരുന്നു. ആദ്യത്തെ ദിവസമല്ല, അത് ആമുഖമാണ് അദ്ദേഹത്തിനുണ്ടാകുക. അദ്ദേഹത്തിന്റെ തുടർച്ചയായ 3-4 ദിവസങ്ങളിലെ വയലുകൾ ഒരുപാട് നമ്മുടെ കേട്ട ആളാണ്. ആദ്യത്തെ ദിവസം അതിന്റെ ആമുഖമാണ്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം കടന്ന് തൗഹീദിലേക്ക് അദ്ദേഹം പ്രബോധനം ആരംഭിക്കുമ്പോൾ, പ്രസംഗം ആരംഭിക്കുമ്പോൾ ആ ഖുറാനുകൾക്ക് നടുവിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഈണത്തോടെ
വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ ആഴ്ചകൾ ഇത് ആവർത്തിക്കപ്പെടുന്ന മുജാഹിദുകൾ മാത്രമുള്ളവരിൽ സംസ്കരിക്കും. എന്നിട്ട് പിന്നിലൂടെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അതാണ് ഇവർ ചർച്ചയ്ക്കപ്പെടുന്നത്. ഇത് ഇനി നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരാൾ അയാൾക്ക് ഈ ആശയമുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടതും തിരുത്താൻ തയ്യാറില്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് പരിധിക്ക് പുറത്തേക്ക് അയാൾ പോകണമെന്ന് തീരുമാനിക്കുന്നതും സംഘടനയുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ അത് നിലവിലുള്ളതാണ്, ഇപ്പോൾ സ്വീകരിച്ചതുമാണ്. ഞാൻ കുറെ കൂടി കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇത് പഠനമാണ് ഇതിന്റെ ആവശ്യം. ആ നിരത്തിൽ തന്നെ വിഷയങ്ങൾ ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഞാൻ എന്നും എന്റെ ഹുതുബയിലും മറ്റും പറയാറുണ്ട്, ജാഹിലിയത്തിനെ സംബന്ധിച്ചറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ പഴയ കാരണവന്മാരോട് ചോദിക്കണം. ഇന്നത്തെ മുജാഹിദ് കുടുംബത്തിൽ വളർന്ന കുട്ടികൾക്ക് അത് അറിയില്ല. ജാഹിലിയത്തിനെ അറിയാത്ത ഒരാൾക്ക് ഇസ്ലാമിനെ അറിയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അത് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു പുതിയ ഇൽമും വന്നിട്ടില്ല. ഇവിടെ ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച പുസ്തകങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ രേഖകൾ, ഇതിന്റെ വാദം ഗതികൾ അവതരിപ്പിക്കുന്ന ആളുകൾ കൊണ്ടുവന്നു. ഒരൊറ്റൊന്നു പോലും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ കാണാത്ത ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം. എന്തെങ്കിലും പുതിയത് ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ തെളിവ് എന്ന് പറയുന്ന ഒരു അനുഭവം അതിന്റെ പരിശോധനയിലും അതിന്റെ ചർച്ചയിലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ ഇങ്ങനെ വ്യാഖ്യാനത്തിലേക്ക് എത്തി ഈ കാര്യങ്ങൾ കണ്ടവരെല്ലാവർ മഹാനായ മാനി മൗലവി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് പുതുതായി ഉണ്ടായിട്ടുള്ള അതിതീവ്രമായ ഭൗതിക ചിന്തകളെ സംബന്ധിച്ച് അദ്ദേഹം ശക്തമായി നിൽക്കുന്നുണ്ട്. ചേർന്ന് നിഷേധിക്കുകയും ജിന്നിനെയും ശൈത്താനെയും എല്ലാം നിഷേധിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു തലമുറ വരാൻ തുടങ്ങിയപ്പോൾ അതിന് ശക്തമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നിലപാടൊന്നും തന്നെയാണ്. തീവ്രവാദപരമായ ആ നിലക്കുള്ള സമീപനം നാം അനുവദിക്കുകയില്ല. നാം സുന്നത്തും അനുസരിച്ചാണ് ഈ സമൂഹത്തെ സജ്ജമാക്കി നിർത്തുന്നത്. അതിനുള്ളത് വിശ്വസിക്കണം. വഴിയിലൂടെ ലഭിച്ച വസ്തുതകൾ ബുദ്ധിക്ക് നിരക്കുന്നതോ എന്ന് ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. നാം അത് ഉൾക്കൊള്ളണം. എന്നാൽ ഇതിലേക്ക് ഖുറാഫാത്തും യാഥാസ്ഥികത്വവും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ശരിക്ക് കാതോർത്ത് കണ്ണ് നഷ്ടയിരുന്നു കൊണ്ട് അത് നോക്കിക്കാണുകയും കടന്നു വന്നാൽ അതിനെ പിടിച്ച് പുറത്താക്കാനുള്ള സംരക്ഷിക്കാനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ട്. ഒരു ദഅവത്തിന്റെ സംഘത്തിൽ അത് ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ധരിപ്പിക്കുക മാത്രമല്ല, അതിന്റെ വിരുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി അതിങ്ങോട്ട് കടന്നു വരാത്തവരും അതിനെ സംരക്ഷിക്കുകയും വേണം. അതുകൊണ്ടാണ് പുതിയ വിദ്യാർത്ഥികൾ മുജാഹിദ് സ്ഥാനത്തിൽ വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക് നാം പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ രൂപമുണ്ട്, അതുകൊണ്ട് വേണ്ട, അത് അവസാനിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, നബിദിന യോഗം മൗലികയുടെ ശക്തിതമായി നമ്മുടെ മുൻഗാമികൾ ശക്തമായി എതിർക്കുകയും ആ സ്ഥാനത്ത് നബിയുടെ ഗുണഗണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൗലിക യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന നമുക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ തനിൽ മതി പങ്കെടുത്തിട്ടുണ്ട്. എനിക്കറിയാം, മുൻഗാമികളായ പണ്ഡിതന്മാർ തനിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗതി നോക്കി ഇതും ഒരു വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരും. റബീഉൽ അവ്വൽ 12 നബിദിനത്തോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ സ്വാഭാവികമായി വരും. ഇത് ഞാൻ തുറന്നുകൂടാ എന്നൊരവസ്ഥയോളം ചിന്തയെത്തുകയും അതിൽ നിന്ന് ബോധപൂർവം മാറി വെക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ നാം ഒരു വരമ്പുകൾക്കുള്ളിൽ, അതിന്റെ അതിർത്തികൾക്കുള്ളിൽ സംരക്ഷിച്ചെടുക്കുകയാണ്. ഇതുവരെ ഒറ്റപ്പെട്ട സംഭവമല്ല. അതുപോലെ ഒരുപാട് ഈ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളായി തീരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഓരോട് നിന്നിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് വളരെ ദുഃഖകരമായ ഒരവസ്ഥയിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലോ എന്ന് നമ്മുടെ ഇടയിൽ ഇത് മറ്റുള്ളവരാരെങ്കിലും കേൾക്കും എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കേണ്ട ആവശ്യം എന്നോട് കുറെ ആളുകൾ വിളിച്ചു പറയും, നിങ്ങൾ ഈ പറയുന്നത് ഇത് മറ്റൊരു കേട്ടാൽ ഇത് നമ്മുടെ ഇടയിൽ അഭിപ്രായം എന്ന് വരുമല്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അത് വരണം. എന്നിട്ട് ഇത് നമ്മുടെ അഭിപ്രായം എന്താണ് പറയണം, അതാണ് ഞങ്ങളുടെ ബാധ്യത.
സംഘടനാ തലത്തിൽ നേതൃത്വത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരിക്കലും മറിച്ചു നിന്ന് ഇതിന്റെ ഈ ആദർശങ്ങളുമായി പോകുമ്പോൾ ആ ആദർശം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ല. പിന്നെ ആര് പറയുന്നതിന് നമുക്ക് വിരോധമില്ല, ആര് പറയുന്നതിന് വിരോധമില്ല. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പല രംഗത്തുമുള്ള അഭിപ്രായത്തിനുമായി അവർക്ക് പോകാം. പക്ഷേ കേരളത്തിലെയും നിരവധി മുജാഹിദിനെയും പരിധി അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു പരിപാടി പറ്റുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ ജനങ്ങളിൽ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞതല്ല, ഒരു ഭൂരിപക്ഷ പ്രകാരം പറഞ്ഞതല്ല. ഈസിയായി ചർച്ച ചെയ്തതിന് ശേഷമാണ് അതിന്റെ നാൾവഴികളൊക്കെ ഇവിടെ പറഞ്ഞു. അതിനൊപ്പം ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള നിരക്ക് മുമ്പും പലതും നടത്തിയതിന്റെ കൂടെ നിന്ന ഒരു വ്യക്തി എന്നുള്ള നിരക്ക് വളരെ കൃത്യമായാണ് ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യാറുള്ളത്. ആ ജമിയത്തുൽ ഉലമയിൽ ഇതിനെ എതിർത്ത് സംസാരിച്ച ആളുകൾ അവസാനം ഇതിന്റെ നിലപാടുകളോട് പൂർണ്ണമായി യോജിപ്പ് പ്രകടിപ്പിക്കുകയും ഏറ്റവും അവസാനമായി ഇത് ദഅവത്തിന്റെ വിഷയമായി എടുക്കുകയിൽ നിന്നും ആ കാര്യങ്ങളിൽ ഇതിൽ ഈ തീരുമാനത്തിൽ ഒരു അഭിപ്രായിക്കാത്തതില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴുള്ള നിലപാട്. എന്നാലും അങ്ങനെയുള്ള ആളുകൾ പോയാലും പിന്നെയും ഇത് ചർച്ച ചെയ്യപ്പെടുകയും അപമാനകരമാണ്. ഈ കാര്യത്തിലുള്ള ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും ഇവിടെ തൗഹീദിൽ മാത്രമല്ല, തൗഹീദിൽ തന്നെ വന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതിന് സ്ഥിതി എന്താണ്? ഈ ഏതെങ്കിലും കാലത്ത് മുജാഹിദുകളുടെ സദസ്സിലോ അതിനെതിരിലോ തൗഹീദ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ? മുജാഹിദുകളുടെ വിശ്വാസങ്ങൾ എന്താണ് എന്ന് ഇവിടെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതൊരു അമുസ്ലിമിനോട് ചോദിച്ചാലും അവർ പറയും മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തൊക്കെയാണ്. ഒരു അക്ക് വിട്ടുപോയി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനോട് ചോദിച്ചു, ആർക്കും അതിന് സംശയം ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമുക്ക് തൗഹീദിൽ സംശയം വന്നിരിക്കുന്നത് സുന്നത്തുകൾ ഓരോ സുന്നത്തിലുണ്ടാവുക വ്യത്യസ്തമായി മുജാഹിദിന്റെ അഭിപ്രായങ്ങൾക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോന്നായി വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ നമസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. ഇവിടെ നിർത്തിവെക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പക്ഷേ എല്ലാവരും സമയം വളരെ വൈകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ മഹത്തായ പ്രധാനം അതിന്റെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചരിത്രം എന്താണ് മറ്റുള്ളവരും തമ്മിലുള്ള നാമും തമ്മിലുള്ള വ്യതിരക്തത എന്നതിനെ സംബന്ധിച്ചുമല്ല ദീർഘമായി സംസാരിക്കുന്നവരും പഠിക്കുന്നവരുമാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം വളരെ ചുരുങ്ങിയാണെങ്കിൽ ഇത് പറയുമ്പോൾ വളരെ വ്യാപകമായി ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഞാൻ പറയും. പക്ഷെ ഏതൊരു കാര്യവും അത് ബോധ്യപ്പെടുകയും അത് സമൂഹത്തിൽ പ്രശ്നമായി ഇത്രയുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അതിനെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോമുള്ള ബാധ്യത നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഇവിടെ അനീഫ് കായക്കൊടിയുടെ പ്രസംഗം കേട്ടപ്പോൾ അനീഫ് കായക്കൊടിന്റെ മാത്രമല്ല ഇനിയിപ്പോ ചെറുക്കിന്റെയും അതുപോലെ മറ്റുള്ളവരുടെ എല്ലാ പ്രസംഗങ്ങളും അതിന്റെ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഈ വിളിച്ചു പോകാം. ഇപ്പൊ ഇവിടെ തന്നെ വിളിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു പൊതുജനമല്ല. ഇതിന് മുന്നിലിരിക്കുന്നവർ സംഘടനാ നേതൃത്വത്തിലുള്ള ഏതാനും ആളുകൾ മാത്രമാണ്. അവരെ ആ നിലക്കുള്ള ഒരു പരിമിതമായ സദസ്യർ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ സംഘടനാ തലത്തിൽ ഇതിന്റെ ബോധവൽക്കരണം നടത്തേണ്ട വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ജമിയത്തുൽ ഉലമയുടെ അതിന്റെ പ്രവർത്തക സമിതിയിലാണ് ആദ്യമായി ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച വരുന്നത്. അത് തന്നെ ആദ്യം ബന്ധപ്പെട്ടവർ മാത്രം നടക്കുകയാണ്. അതിനുശേഷം അതിന്റെ പ്രവർത്തക സമിതിയിൽ മുഴുവൻ നടക്കുകയാണ്. അനന്തരം കേരള നിയമത്തിൽ മുജാഹിദിന്റെ അതിന്റെ എക്സിക്യൂട്ടീവിൽ ഈ കാര്യം ഇതിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അവ തമ്മിലുള്ള ഒരുപാട് സന്ദർഭങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയവും ഈ ഇന്നത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള അതിന്റെ രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധന നടക്കുന്നു. അങ്ങനെ നിലപാടുകൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ആലോചിച്ച് വ്യക്തമായ നിലപാടെടുത്ത് അതിന്റെ അംഗങ്ങളെ എക്സിക്യൂട്ടീവിനെ ആദ്യം ധരിപ്പിച്ചു. അതിനുശേഷം സംയുക്ത എക്സിക്യൂട്ടീവിനെ ധരിപ്പിച്ചു. അനന്തരം കൗൺസിലിനെ ധരിപ്പിച്ചു. സ്വാഭാവികമായിട്ട് സംയുക്ത കൗൺസിലിനെ ഈ വിവരം ധരിപ്പിച്ചു. അനന്തരമാണ് വീണ്ടും ഇതുമായി ഒന്നും ബന്ധമില്ലാതെ ഔദ്യോഗികമായി സംഘടനാ തലത്തിലൊന്നും ബന്ധമില്ലാതെ തന്നെ
ഇവിടെ പല സ്ഥലങ്ങളിലും സ്വകാര്യമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സംസാരവും നടക്കുന്നുണ്ടെന്നും നമ്മുടെ പ്രസ്ഥാനത്തോട് ഔദ്യോഗികമായി ബന്ധപ്പെടാത്ത അനുപാതികളായ എത്രയോ ആയിരക്കണക്കിന് ആളുകളുള്ളവരാണല്ലോ. ആ ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും വീടുകളിലെല്ലാം സ്ത്രീകളുടെ ഇടയിൽ അടക്കം ഇത് സംസാരമാവുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് എന്നാലും സംഘടനയുടെ ഒരു ഔദ്യോഗികമായ തലത്തിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണം ജില്ലാ തലത്തിൽ നടത്താൻ നമ്മൾ തീരുമാനിക്കുന്നത്. ഒരിക്കലും ഇത് അങ്ങനെ ഒരു പരസ്യമായ പ്രബോധന വിഷയമാക്കി നമ്മൾ എടുത്തിട്ടില്ല. എടുക്കേണ്ടി വന്നാലേ എടുക്കുകയും വേണം, അയാൾക്കും ശരി. കാരണം ഖുർആൻ നാം ശക്തമായി നാം ഏത് കവലകളിലും ശക്തമായി എതിർക്കുകയാണ്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്ത് നാം പടുത്തുയർത്തിയത്. പക്ഷേ നമ്മിൽ ചില ആളുകളുടെ തെറ്റായ ധാരണയോ അവരുടെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ആ നിലക്കുള്ള ചില ആശയങ്ങൾ അവരതിന്റെ വക്താക്കളായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ഈ വിവരണങ്ങൾ നൽകേണ്ടത് സംഘടനാ തലത്തിലുള്ള ആളുകൾക്കാണ് എന്ന നിലക്കാണ് ജില്ലാ തലത്തിൽ കഴിഞ്ഞത്. ആ ജില്ലാ തലത്തിലുള്ളതും കഴിഞ്ഞതിന് ശേഷമാണ് ചില പ്രദേശങ്ങളിൽ അന്നത്തെ ഞങ്ങൾ തീരുമാനങ്ങൾ തന്നെ ഉള്ളത് ജില്ലാ തലത്തിലുള്ള പ്രവർത്തകന്മാരെ, അതിന് നേതാക്കളെ മാത്രം വിളിച്ചുകൊണ്ട് ഇത് നടത്തുക. അതിൽ ആവശ്യമായി തോന്നുന്ന ജമിയത്തുലമയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പ്രദേശങ്ങളിൽ ആവശ്യമാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലും സംഘടിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ 4 മണ്ഡലങ്ങളുടെ അപേക്ഷകൾ ഈ ജില്ലയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഖേന നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് മുഖേന തന്നെ ഈ ആവശ്യം ജമിയത്തുലമയുടെ അരികെ എത്തുമ്പോൾ ഇത് സ്വീകരിക്കപ്പെടുന്നതും ഈ ഇത് വിളിച്ചു ചേർക്കപ്പെടുന്നതും അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ്, വളരെ സൂക്ഷ്മത പുലർത്തി ഒരിക്കലും ഇതൊരു പുറത്തേക്ക് ആ നിലക്ക് അങ്ങനെ വേണ്ടി വന്നാൽ വേണ്ടി വരും, അത് നമുക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് പറയുന്നത്. ഇത് ഒരു വളരെ സ്വകാര്യമായി നടത്തേണ്ട ഒരു കാര്യമല്ല. മതപരമായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പ്രസംഗം കേട്ടപ്പോൾ ഖുറാഫികളോടാണോ ഈ പ്രസംഗം, അത്തരം ഒരു സദസ്സിലാണോ? ആ ആഴ്ചകൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാപ്പാടമാണ്. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മനഃപ്പാടമാണ് ഈ ആഴ്ചകൾ. നമുക്ക് മാത്രമല്ല, സാധാരണക്കാർ നമ്മുടെ പഴക്കം ചെന്ന ആ പള്ളികളിൽ അവിടെ പങ്കെടുക്കുന്ന നമ്മുടെ ആളുകൾ ഖുതുബകളിലും പ്രസംഗങ്ങളിലും കേട്ട് വലിയ പണ്ഡിതന്മാരായി മാറിയിട്ടുണ്ട് സാധാരണക്കാർ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണത്. എന്തെങ്കിലും പറഞ്ഞ് അവരെ ഏതെങ്കിലും നിലക്ക് വഴിവേൽപ്പിക്കാനൊന്നും സാധിക്കില്ല. അത്ര ഇൽമിയായി വളർന്നവരാണവർ. അറബി ഭാഷയിലൂടെ അല്ലെങ്കിലും ഖുർആനിലെ ആയത്തിൽ ഇപ്പോഴാണെങ്കിൽ ഖുർആൻ പഠനവുമായുള്ള സംവിധാനങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം ഏതാണ് ഈ ആഴ്ച, ഈ ആഴ്ചകൾ ഏതാണ്, ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയത്, ആരുടെ ശിർക്കൻ വിശ്വാസങ്ങൾക്ക് എതിരിലാണ് വന്നത്. ആ കാലഘട്ടത്തിൽ അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അവർക്ക് മാത്രം ഇത് ബാധകമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കളിൽ പൂർവ്വപിതാക്കളിൽ നമ്മുടെ സമൂഹത്തിൽ ഈ യാഥാസ്ഥിതിത്വത്തിന്റെ പേരിൽ ശിർക്ക് കടന്നു വന്ന വഴികൾ നമ്മൾ ജനങ്ങളെ ധരിപ്പിക്കുകയും അതേ നിലക്കുള്ള വിശ്വാസം എത്രത്തോളം നമ്മൾ പറയാറുണ്ടെന്ന് അറിയാമോ? വളരെ കുടുങ്ങിയ ഒരു സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളെ ആളുകൾ കുടുങ്ങിയ സമയത്തും അതിരികളെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ശേഖന്മാരെയാണ് വിളിക്കുന്നത്, അള്ളാഹിനെ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. ഒരു കടുപ്പം, വളരെ കഠിനമായിരിക്കുന്ന അവരുടെ ഹൃദയം എന്ന് നമ്മുടെ പ്രബോധനത്തിൽ നാം പറയാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അത്തരം ജനങ്ങളെ ബോധവൽക്കരിക്കാനും പഠിപ്പിക്കാനും നാം ഓടിക്കൊണ്ടിരുന്ന ആയത്ത് നമ്മുടെ ഇടയിൽ ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിമിത്തമായ, അതിന് കാരണമായ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. അതുപോലെ നാം വളരെ പരിശോധനയ്ക്ക് വിധേയമാക്കി മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തിയ ഒരു സമൂഹമാണ് നമ്മൾ. വളരെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ അവരുടെ കാലശേഷം അവരുടെ അനുയായികൾ അന്ധമായി അനുകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ അഭിപ്രായത്തിനെതിരായി ഹദീസ് പോലും കണ്ടാൽ സ്വീകരിക്കാത്ത അന്ധമായ അനുകരണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. അത് ഇവിടെ മാത്രമല്ല, ലോകത്ത് വളരെ വ്യാപകമായി ഈ മദ്ഹബി സ്വാധീനവും അന്ധമായ അനുകരണവും
സ്വാധീനം ചെലുത്തിയതിന്റെ ഫലമായി യഥാർത്ഥ ഇസ്ലാം ഖുർആനും ഹദീസും പഠിക്കുന്നതിന് പകരം ഈ മദ്ഹബി അഭിപ്രായങ്ങളിൽ മാത്രം സംഗീതമായി ഒതുങ്ങിപ്പോയത് നിങ്ങൾക്കറിയാം. ആ ഒരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചു വരാൻ നാം അവിടെ പിന്നെ മറ്റു കേട്ടുകളികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ അത് യാതൊരു പ്രസക്തിയും ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അതിന് ന്യായീകരണങ്ങൾ കണ്ടുകൊണ്ട് ഇനി വരാൻ പാടില്ല. ഓരോന്നിനും ചിന്ത തുടങ്ങി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഖുറാഫികൾ യാഥാർത്ഥികന്മാരായ ആളുകൾ അവരുടെ പൗരോഹിത്യം സമൂഹത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ അതിനെ സംസാരിക്കാൻ തുടങ്ങിയ അവസരങ്ങളുണ്ട്. ഇത് മറ്റാരെങ്കിലും കേൾക്കും, ആരെങ്കിലും ചോർത്തിയെടുക്കും, എന്നിട്ട് അവർ പറയും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദമല്ല അത് എന്ന് പറയാൻ ഇത് വ്യക്തമാകേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ പുറമെ ആര് എന്ത് പറയുന്നതിന് നമുക്ക് വിരോധമില്ലല്ലോ. അതുകൊണ്ടാണ് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണിത് എന്നുള്ള നിലക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കണം. ഇത് തിരിച്ചു പോകാൻ പറ്റില്ല. ഇത് നമ്മൾ ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ സംഘടനയിലൂടെ നമുക്ക് ആളാകാനോ വന്നതല്ലത്. സംഘടനയുടെ നേതൃത്വമോ സംഘടനയോ അത് ഏത് നിരക്കും അതിന്റെ സാധാരണ ഒരു ഭരണഘടനയും അതിന്റെ പെരുമാറ്റച്ചട്ടങ്ങളും അനുസരിച്ച് ആ കാര്യങ്ങൾ വരട്ടെ. എത്ര ആളുകൾ കൈകാര്യം ചെയ്താണ്, എത്ര മഹാന്മാരായ ആളുകൾ ഇതിന്റെ കൈകാര്യകർത്താക്കളായി വന്നിട്ടുണ്ട്, നേതാക്കന്മാരായി വന്നിട്ടുണ്ട്. അവർക്കെല്ലാം കേരള ജമിയത്തുൽ ഉലമയുടെ മാർഗദർശനമുണ്ട്. ആ ജമിയത്തുൽ ഉലമക്കാരെങ്കിലോ ഖുർആനും സുന്നത്തുമാണ് അവർ അടിസ്ഥാനമായി അവർ ചിന്തിക്കേണ്ടത്, അവർ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവർ വിവരിച്ചു കൊടുക്കേണ്ടതും. ഇങ്ങനെ ഒരു സുതാര്യമായ ഒരവസ്ഥ നമുക്കുണ്ട്. ആ സുതാര്യതക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭംഗം ഇപ്പം തന്നെ നിങ്ങൾ നോക്കി. ഞാനത് പറഞ്ഞതിന്റെ ഗൗരവം വളരെ വലുതാണ്. ഞാൻ ഈ ഖുറാഫികളുടെ പ്രസംഗങ്ങൾ ഞാൻ AP പലപ്പോഴും പറയാറുള്ള ആ ഉദാഹരണം വളരെ ശ്രദ്ധേയമാണ്. APയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ AP പറഞ്ഞു, എന്റെ നാട്ടിൽ ചങ്ങരംകുളത്ത് മഗ്‌രിബ് നമസ്കരിച്ചാൽ മുഴുവൻ സ്ഥിരമായി ചൈറ്റാങ്കുളത്തിൽ കേൾക്കൽ ഈ കൂക്കുലി കേൾക്കലാണ്. പെണ്ണുങ്ങളെ കൂക്കുലി ഒന്ന് തുടങ്ങിയാൽ പിന്നെ എല്ലാവരും തുടങ്ങും. ഇവിടെ പച്ചപ്പിരിയത്ത് വന്ന് താമസാക്കിയപ്പോ അവിടെ അമ്മാതിരി യാതൊരു കേൾക്കാനില്ല. രണ്ടു പ്രദേശങ്ങളിലെ ദൈവത്തിന്റെ ഒരു പ്രദേശത്തെ യഥാർത്ഥ ദൈവത്തിന്റെ ശൂന്യതയും മറ്റൊരിടത്ത് അതിന്റെ സാന്നിധ്യവുമാണ് ഈ രണ്ട് വ്യത്യാസങ്ങൾക്ക് കാരണം. ഇന്ന് ആരെങ്കിലും ഉണ്ട് അങ്ങനെ പൂക്കാൻ ആരെങ്കിലും കിട്ടുമോ? എന്നിട്ട് വീണ്ടും ഈ പൈശാചികതയിലേക്ക് ഈ ശൈത്താന് എന്തൊക്കെ കഴിവാന്നറിയപ്പെടുന്നത്, എന്തെല്ലാം കഴിവ്, ശൈത്താനുള്ള കഴിവ് എന്താണെന്ന് ഇവിടെ ഖുർആൻ മനസ്സിലാക്കുന്നതിന് അപ്പുറം വേറെ തീരുമാനം. ആദ്യം മുതൽക്ക് ഈ ജനങ്ങളെ ഞാൻ വഴിപേൽപ്പിച്ചിട്ടേ അടങ്ങൂ, നിന്റെ വളരെ ആത്മാർത്ഥതയുള്ള ഏതാനും അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ തന്നെ പതിച്ച് ചെയ്തിട്ട് ഇറങ്ങിയൊന്നാണല്ലോ. ആരാണ് അതിനെ നിഷേധിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിയിട്ടില്ല, അവരിൽ തവക്കുലാക്കിയിട്ടില്ല നമ്മൾ ഇറങ്ങേണ്ടത്. ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് സമൂഹത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. അവർക്ക് ശൈത്താന്റെ വിശ്വാസമില്ല. ഇവര് ഇങ്ങനെ ദിക്റും ദുആയും അതേ പ്രകാരം അത്തരം പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഒഴിവാണ് ഇവര്. എന്നിട്ട് അതിന് ഒരു ആലങ്കാരിക പ്രയോഗവും ഹദീസ് നിഷേധികൾ എന്താണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണോ? ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? നാം അതിലൂടെ മാത്രം ഖുർആനെ മനസ്സിലാക്കുന്ന സമൂഹത്തെ പഠിപ്പിച്ചവരല്ലേ. നബിയുടെ ചര്യയിലൂടെ മാത്രം ഹദീസിലൂടെ മാത്രമാണ് ഖുർആനെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ച് നിർത്തിയ ഒരു ഇതിൽ എന്തെങ്കിലും പറഞ്ഞുകൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ വിഭാഗം ആളുകളെ ഹദീസ് നിഷേധികളാക്കി മാറ്റുന്നു. വിമർശനത്തിന് വേണ്ട ഒരു മാന്യതയും അന്തസ്സും ഇവിടെ ഏത് ഹദീസാണ് ആരാണ് നിഷേധിച്ചിട്ടുള്ളത്? നിഷേധിക്കുന്നവരുണ്ടാവും, അവരോട് പറയട്ടെ. അത് നമ്മൾ എല്ലാവർക്കും കൂട്ടായി എത്രയോ കാലമായി നമ്മൾ പരമരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഹദീസ് നിഷേധിച്ച ആളുകൾ അതൊക്കെ ചരിത്രത്തിൽ ഒരുപാട് ആവർത്തിക്കപ്പെട്ടതാണ്. ഒരുപാട് ആ തരത്തിലുള്ള ഹദീസിനെ മാത്രമല്ല എമ്പാടും കാര്യങ്ങളെ ചരിത്രപരമായ വസ്തുതകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ബുദ്ധിക്കനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിച്ച് യുക്തിയിലൂടെ മാത്രം അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ച ആളുകളെ മുഴുവൻ ഈ പ്രസ്ഥാനം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ശ്രമങ്ങൾ നമ്മൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ പഴകിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നാം തെരഞ്ഞെടുപ്പോടുകൂടിയിരിക്കണം.
നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ആളുകളിൽ ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അതൊക്കെ ചില പ്രത്യേക തക്കുവ അല്ലെങ്കിൽ ഇപ്പൊ റുക്കിയ ശറയ്യ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ അറബി ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഈ ആളുകളെ ഒന്നിട്ട് ശരിയാക്കാൻ ഇതിന്റെ മുമ്പുള്ള തന്ത്രങ്ങൾ മുമ്പുള്ളത് ഇവിടെ പറഞ്ഞല്ലോ, തെളിവ് തിരിച്ചിട്ട് യാതൊരു കാര്യമില്ല, തെളിവ് വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത്. എന്തായാലും ഇങ്ങനെ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നല്ലേ, കിതാബും പുസ്തകവും രണ്ടായി കണ്ടവരല്ലേ നമ്മൾ. ഇങ്ങനെ അറബി പദങ്ങൾ ഉപയോഗിച്ച് റുഖിയ ശറയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. ഇത് എത്ര കാലമായിട്ട് ആളുകൾ കണ്ടതാണ്, കേട്ടതാണ്. ആ ദുആകളും അതേ പ്രകാരമുള്ള ദിക്റുകളും എല്ലാം അയക്കുന്നവരല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അത് ബോധവൽക്കരണം നടത്തുകയും അത് ജനങ്ങളെ ആ വഴിയിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യണം. എന്നിട്ട് ഇതിനെ എല്ലാം തകർത്ത് ഒരു പൊളിച്ചു നടത്താം. എന്നിട്ട് അതിനെന്താണ് ഈ ആളുകൾക്കൊന്നും ഇപ്പം നമ്മുടെ മുൻഗാമികളും നമ്മുടെ ഈ നിലവിലുള്ള നേതൃത്വത്തിനും അതുപോലെ ജമിയത്തുലമയിലെ അംഗങ്ങൾക്കും ഒന്നും ഇൽമില്ല. എന്താണ് ഇൽമ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിപ്പാണത്. ഈ അറബി പദം ഉപയോഗിച്ചിട്ട് ഈ സാധാരണ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഈ അഭിപ്രായ ഭിന്നതകളിൽ കൊണ്ടുവന്ന ഇപ്പൊ നമ്മൾ നോക്കുക, ഖുറാഫികളുമായി പടപൊരുതിയ നമ്മുടെ എല്ലാ വാദപ്രതിവാദങ്ങളിലും എടുത്തു നോക്കി അവരെടുത്തുദ്ധരിച്ച തെളിവുകൾ കിതാബുകളിൽ നിന്ന്, തഫ്സീറുകളിൽ നിന്ന് ഏതെല്ലാം തെളിവുകൾ അവരുദ്ധരിച്ചോ ആ തെളിവുകളെല്ലാം കണ്ടവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അവരതിനെ ആഴത്തിൽ അവരെ പഠിച്ചിട്ടുണ്ട്. അവരതിനെ ആ നിലക്ക് തന്നെ എടുത്ത് അതേ അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ ആ തെളിവുകൾ കൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഷാഫി മദ്ഹബ് കൊണ്ട് തന്നെ ഖുത്ബ ജനങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിർവഹിക്കണം എന്ന് സമർപ്പിച്ച പുസ്തകങ്ങൾ നമ്മുടെ ഇടയിലില്ലേ. ഇത് ആ നിലക്ക് തന്നെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ എല്ലാം എതിർത്ത് തോൽപ്പിച്ചത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, ഈ സമൂഹത്തിൽ ജിന്നി പിശാച് സിഹ്ർ എന്നീ കാര്യങ്ങളിൽ ഇനി ഒരാശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള നീക്കങ്ങളും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, സിഹ്ർ മഹാപാപമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ആ നിലക്ക് ഏറ്റവും തെറ്റായ കാര്യങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജിന്നിനെയും ശൈത്താനെയും അതിന്റെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ കഴിവുകളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും എല്ലാം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് അതിന്റെ ശൈത്താന്റെയും മറ്റു ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടുള്ള ഒരു സമീപന രീതി, ആ നിലക്കുള്ള ധൈര്യമാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പൊ ശൈത്താനെ സംബന്ധിച്ച് പറഞ്ഞ ഞാൻ ശരിയാണ്. ഇപ്പൊ ഈ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോഴേക്കും ശൈത്താനെ പേടിക്കാൻ തുടങ്ങി. ഒരു പേടിയില്ലാതെ നടത്തിയിരുന്ന നമ്മള് രാവും പകലും ഇല്ലാതെ നടന്ന അള്ളാഹു തവക്കുലാക്കി എന്ത് പേടിയാണ്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അള്ളാഹു തവക്കുലാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തവക്കുലാക്കിയ ഒരു സമൂഹത്തെ വാർത്തെടുത്ത ആളുകൾ ഇപ്പം വാതിൽ കൊടിയിലും കട്ടിൽ ചോട്ടിലും മറ്റുള്ള ഇടയിലും എല്ലാ സ്ഥലങ്ങളിലും ഓരോന്ന് പറഞ്ഞ് വലുതാക്കി ഇവനായിട്ട് വലുതാക്കിയിട്ട് ഇബ്രാഹിമിന്റെ മുന്നിലിറക്കാം. വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ കടത്തിയെന്ന് അതിന് ആശയക്കുഴപ്പമുണ്ടാക്കി വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് ചർച്ച വന്ന് മരുന്ന് കൊണ്ടുവരുന്നത് ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരികയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് ശൈത്താൻ എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. ഈ ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. ഈ നിലക്കുള്ള പേടിയിൽ നിന്ന് സമൂഹം ഉണ്ടാക്കിയതാണ് ഈ നിലക്കുള്ള ഒരു ചിന്തയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നു. ഞാൻ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. സംഘടനാപരമായ നിലപാട് ഇവിടെ വിശദീകരിക്കേണ്ടായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തായിരുന്നാലും ശരി, ഈ കാര്യങ്ങളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള അതിന് തെളിവുകൾ ജയിക്കാൻ വേണ്ടി ദുർഗാക്ഷിയോടുകൂടെ നടത്തുന്നു. ഇവിടെ അള്ളാനെ പേടിച്ചിട്ടാണ് തെളിവുകൾ അവതരിപ്പിക്കേണ്ടത്. തെറ്റാണെന്ന് മനസ്സിലായാൽ അതിന് മടങ്ങണം. ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ നേതൃത്വം കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ സംബന്ധിച്ച് പഠിച്ചു, ചർച്ചയ്ക്ക് വിധേയമായി അവരിൽ സഹകരിച്ചു, പഠിച്ചു. അവസാനം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമായി ദൈവത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കുകയില്ലെന്നും ജമിയത്തുലമയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നാ പിന്നെ എന്തിനായിരുന്നു നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഈ നേതാക്കൾ പോയാലും അതിന് പോകാത്ത
അത് തിരിച്ചറിവില്ലാതെ കുടുങ്ങിപ്പോയ ചില ആളുകൾ അതിലുണ്ട്. അവരോട് സംഘടനയുടെ നിലപാട് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അല്ലാഹു തആല ഈ വിശുദ്ധ ഈ മഹത്തായ പ്രസ്ഥാനം അത് ഏതൊന്നിനു വേണ്ടിയായിരുന്നോ സ്ഥാപിക്കപ്പെട്ടത് ഉണ്ടായത്, അത് സലഫുസ് കാര്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ പ്രബോധന ശൈലി എന്തായിരുന്നോ അതനുസരിച്ച് തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് തുറന്നു പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെ പിന്നിട്ടും ഇതിനെ ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ഉള്ള പിശാചിന്റെ ശ്രമങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.